ഇന്ത്യയുമായി മികച്ച ബന്ധമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിൽ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്നു, ക്രിയാത്മകമായ വിലയിരുത്തലിന് അഭിനന്ദനമെന്നും മോദി പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഉണ്ട്. ആന്റണി, ഇരുകൂട്ടരും പ്രസ്താവനകൾ പരസ്പരം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുമായുള്ള ബന്ധത്തിൽ ഇന്ത്യ ഇരുണ്ട പക്ഷത്തേക്ക് പൂർണ്ണമായും മാറി എന്ന് പറഞ്ഞ ട്രംപ് അതേ പ്രസ്താവന തിരുത്തി പൂർണ്ണമായും ചൈനയ്ക്കൊപ്പമാണെന്ന് കരുതുന്നില്ല എന്നും മോദിയുമായി നല്ല ബന്ധമാണ് ഉള്ളതെന്നും മോദി തന്റെ അടുത്ത സുഹൃത്താണെന്നും ട്രംപ് പറയുന്നു. അതിന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ഒരു US ഇന്ത്യ തർക്കത്തിലേക്ക് അതിനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു മഞ്ഞുരുക്കത്തിന്റെ സൂചനകൾ വരുന്നു. ഇത് ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങളോട് ഒരു പ്രതികരണം നടത്തുന്നത്. ഈ അധിക തീരുവ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയതിനു ശേഷം പല ഘട്ടങ്ങളിൽ മോദിയെയും ഇന്ത്യയെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലടക്കം ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ പ്രധാനമന്ത്രി അതിനോട് പ്രതികരിച്ചിരുന്നില്ല. ഇന്ത്യയെ പരിഹസിക്കുക, അതുപോലെ തന്നെ വിമർശിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ നിലപാടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ മോദിയും പുടിനും ഷീ ജിൻ പിങ്ങും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇന്നലെ ട്രംപിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു പോസ്റ്റ് ആദ്യം ട്രംപ് ഇടുന്നത്. അത് ഇന്ത്യയെയും അതുപോലെ തന്നെ റഷ്യയെയും പരിഹസിച്ചുള്ളതായിരുന്നു. അതിൽ പറഞ്ഞത്, ഇന്ത്യ ഈ ദുരൂഹവും ഇരുണ്ടതുമായ ചൈനയ്ക്കൊപ്പം ചേർന്നു, ഇനി എല്ലാ സമ്പദ് സമൃദ്ധിയും ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നുള്ളതായിരുന്നു നൽകിയ അല്ലെങ്കിൽ നടത്തിയ ഒരു പരാമർശം എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രംപ് അതിൽ നിന്ന് മലക്കം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയുമായി തങ്ങൾക്കുള്ളത്, അമേരിക്കയ്ക്കുള്ളത് ഏറ്റവും മികച്ച ബന്ധമാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എനിക്ക് നല്ല സൗഹൃദമുണ്ട്. അദ്ദേഹം മികച്ച പ്രധാനമന്ത്രിയാണ്, മഹാനായ നേതാവാണ് എന്നതടക്കമുള്ള തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും പുകഴ്ത്തുന്ന ഒരു പ്രസ്താവന ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ തന്നെ ടാഗ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ ഡൊണാൾഡ് ട്രംപിന്റെ വികാരങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളെ കുറിച്ച്, പരാമർശങ്ങളെ കുറിച്ച് അത് ആഴത്തിലുള്ള അഭിനന്ദനം രേഖപ്പെടുത്തുന്നു എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഭാവിയിൽ ഈ തന്ത്രപരമായും മറ്റുമുള്ള ഒരു സഹകരണത്തിന് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളും മോദി അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതാദ്യമായാണ് ട്രംപിന് ഒരു മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ട്രംപ് കൂടുതൽ അയയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി ആന്റണി, എന്തായാലും ഇരുകൂട്ടരും തമ്മിലുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു പിരിമുറുക്കത്തിന് ഒരു അയവ് വരികയാണ് എന്ന് തന്നെ വേണം ഈ പരസ്പരമുള്ള പോസ്റ്റുകളിൽ നിന്ന് കരുതാൻ. നേരത്തെ വലിയ രീതിയിൽ ഇന്ത്യയെ വിമർശിക്കുകയും എതിർപ്പ് നിലനിർത്തുകയും ചെയ്ത ട്രംപ് ആ പ്രസ്താവന തിരുത്തുകയും ഇന്ത്യയുമായി വളരെ മികച്ച ബന്ധമാണെന്നും മോദി തൻ്റെ സുഹൃത്താണ് എന്നുമുള്ള രീതിയിലേക്ക് ആ പ്രസ്താവനയെ മാറ്റിപ്പറയുകയും അതിനിപ്പോൾ മോദി തന്നെ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത് കൂടുതൽ സങ്കീർണമായ അവസ്ഥകളിലേക്ക് പോകും എന്നത് മുൻകണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഈ ഒരു സമ്മർദ്ദത്തിൽ അയവ് വരുത്താനുള്ള ശ്രമങ്ങൾ എന്ന് തന്നെ കരുതാം. ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.